ഹലോ. അപ്പോ ലാസ്റ്റ് ഇട്ട വീഡിയോക്ക് 21 വ്യൂസ് ഒക്കെ കണ്ടപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഈശ്വര, 21 ആൾക്കാരൊക്കെ എന്റെ വീഡിയോ എടുത്ത് കണ്ടത്. കാരണം ഷോർട്സ് പോലെയല്ലല്ലോ, ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനെ തൊട്ട് ക്ലിക്ക് ചെയ്ത് കാണാൻ ഒരു മെന്റാലിറ്റി ഒന്നല്ലോ എന്നാലും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. സീരിയസ്ലി, ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് രണ്ടാമത്തെ വീഡിയോ ഇടുമ്പോഴത്തേന് എനിക്ക് നല്ല ഭയങ്കര ഒച്ചപ്പാട്. ഫസ്റ്റ് വീഡിയോ ഇട്ട് രണ്ടാമത്തെ വീഡിയോ ഇടാൻ എനിക്ക് നല്ല ചടപ്പുണ്ടായിരുന്നു. കാരണം ആരെയും കാണും ഇതാവും എന്നുള്ള സാധനം വേഗം കയറി വന്ന് മറ്റേ തുടക്കത്തിലുള്ള ഒരു ധൈര്യം കേടിയൊക്കെ ചോർന്നു പോയി. പിന്നെ സാരല്ല, ഓക്കെ. 21 വ്യൂസ് കണ്ടപ്പോൾ ഭയങ്കര ഓക്കെ. ഒരു മൂന്നാളതായപ്പോ തന്നെ വിചാരിച്ചേ മൂന്നാളൊക്കെ കണ്ടതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി. എനിക്ക് മുടിയൊക്കെ വെട്ടിട്ടു. ഇപ്രാവശ്യം മുടി എന്തോ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി വെട്ടി കഴിഞ്ഞപ്പോ. കാരണം ബാർബർ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ നല്ല അടിച്ചു പൊളിയായിട്ട് എനിക്ക് വെട്ടി തന്നു. ആൻഡ് വിത്ത് ചുണ്ണിപ്പയം പ്രീ വർക്കൗട്ടൊക്കെ എടുത്തോണ്ട് നമുക്ക് ജിമ്മിൽ പോവാം. ഓക്കെ, ബൈ. ഇന്ന് സംഭവം ഉഷാറൊക്കെ ആയിട്ട് കളിച്ച്, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ജിമ്മിൽ പാട്ട് ചെയ്യാനായിട്ട് ആ ഫ്ലോ പോക്കുണ്ടായിരിച്ചു. എന്നാലും ഇപ്പൊ കഴിഞ്ഞിക്കണേ, സമയം കുറച്ച് വൈകിക്കണേ. ഇനിയിപ്പോ എല്ലാം സെറ്റപ്പ് ആക്കട്ടെ. സോ ഇന്ന് ഒട്ടും സമയമില്ലായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വേഗം ഇസ്തിരി വിട്ട് മാറ്റി ചായ കുടിച്ചതാ ഓഫീസിലേക്ക് പോകണം. ബാക്കി ഓഫീസിലേക്ക് എത്തി. ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ അലങ്കാർ ജ്വൽസിനെ പറ്റിയിട്ടേ. അപ്പൊ ഞങ്ങൾ തുടങ്ങിയ അലങ്കാർ ജ്വൽസിന് ഇപ്പൊ കുറച്ച് ഓർഡേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങ് ഭോപ്പാലിലേക്ക് വരെ വന്നിട്ടുണ്ട് ഓർഡേഴ്സ് ഒക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് SM സ്ട്രീറ്റ് പോയി കുറച്ച് ബോക്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി ഹോൾസെയിൽ ഷോപ്പ് പോയിട്ട് നല്ല വിലക്കുറവിൽ ബോക്സ് ഒക്കെ വാങ്ങിയിട്ട് പോകുന്ന കാഴ്ചയാണ് ഇത്. സോ ഇന്ന് നമ്മൾ വീട്ടിലേക്കല്ല വന്നത്, നമ്മുടെ മാമന്റെ വീട്ടിലേക്കാണ്. മാമന്റെ വീട്ടിൽ വരുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര പ്രകൃതി. എന്താ മമ്മേ വന്ന പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര പ്രകൃതി ഭംഗി കൊണ്ട് അറിഞ്ഞാടുന്ന ഒരു സ്ഥലമാണ്. ലുക്ക് അറ്റ് ദറ്റ് ബ്യൂട്ടി. ആൻഡ് വേറെ ബ്യൂട്ടി എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ വണ്ടി പറഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടിയിലുണ്ട്. പോകുന്നതാ നമ്മുടെ നല്ല ജീപ്പൂട്ടൻ, എന്റെ ഫേവററ്റ് വൺ ഓഫ്. ഞാൻ ഇതുവരെ ഓടിച്ച എന്റെ വണ്ടികളിൽ എല്ലാത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് അത്. പിന്നെ നമുക്കിവിടെ ഒരു കാറുണ്ട്. ഈ പാർക്ക് ചെയ്ത സെറ്റപ്പും കാര്യം നോക്കണ്ട, അത് വെച്ച് നോക്കുമ്പോ ഇങ്ങനെയല്ല നിൽക്കേണ്ട വിൽക്കേണ്ട സെറ്റപ്പ് ഇതല്ല. എന്നാലും നമുക്കൊരു കാറുണ്ട്, നമുക്കൊരു ജീപ്പുണ്ട്, നമുക്ക് വേറൊരു കാറും ഉണ്ട്. ആ കാർ ഓട്ടത്തിലാണ്. പിന്നെ വേറെ രണ്ട് ചെങ്ങായിമാരുണ്ട് ഇവിടെ. കാണിച്ചു. ഓക്കെ, ഇവിടെ നമ്മുടെ എക്സ് ജൂപ്പിറ്ററാണിത്. ഇത് മാമന്റെ ആക്റ്റീവയാണ്. ഇതെല്ലാം കാരണം വേറെ രണ്ട് ചെങ്ങന്മാർ, വിഷയം ചെങ്ങന്മാരാണ് ഗൈസ്. കിടക്കണ മുതലിനെ കണ്ടോ? ഇതാണ് രാജദൂത്. നിങ്ങൾക്ക് സാധനം ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇതിന്റെ ജാതകവും പേരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, ഇത് ആക്ച്വലി ഇങ്ങനെയല്ലേ, ഇത് നല്ല റണ്ണിങ് കണ്ടീഷനിലുള്ള വണ്ടിയാണ്. അതിന്റെ ഇടയിൽ വണ്ടിക്ക് ഓരോ പണി കിട്ടിയപ്പോൾ അത് റെഡിയാക്കി എടുക്കാനുള്ള ക്യാപിറ്റൽ ഇല്ലാണ്ടായപ്പോൾ ഇങ്ങനെ ഒതുങ്ങി ഇതാക്കി. പക്ഷെ ഇതിനൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കും. പിന്നെ ഇതൊരു വേറെ പടക്കുതിര. ഇത് രാജദൂത് തന്നെയാണ്. ഇത് രാജദൂതിന്റെ 175cc വരുന്നൊരു മോഡലാണ്. ഇത് പടക്കുതിരയാണ്. ഇത് ഓടും. ഇപ്പൊ ഇൻഷുറൻസ് എടുക്കാനുള്ള ടൈം അയക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മൂപ്പര് സൈഡാണ്. മൂപ്പര് ഇൻഷുറൻസ് ഒക്കെ എടുക്കാണ്ട് മൂപ്പര് ഓടും. പിന്നെ മാമന്റെ ഒരു പാഷൻ പ്ലസ് ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ഒരു പഴയ ഒരു ചേതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അല്ല. ഇപ്പൊ അതിന്റെ എഞ്ചിന്റെ ഭാഗത്ത് സ്റ്റെക്കോ എന്തോ ഒന്ന് കുടുങ്ങിയിട്ട് ഇത് എന്താ ആക്ച്വലി പ്രോബ്ലം എന്നോട് മറുപടി. ഇവന്മാർ രണ്ടാളെയാണ് ഞാൻ ഇപ്പൊ കാണിക്കാൻ വിചാരിച്ച മുതല്. സോ ഇവിടേക്ക് വരുന്നൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഈ പ്രകൃതി ആസ്വദിച്ച് ഇവിടെ വരുമ്പോൾ ആക്ച്വലി ഞാൻ ഫോണും TV ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. കാരണം യൂസ് ചെയ്യാൻ തോന്നില്ല. ഇവിടെ ഇങ്ങനെ ഇതോരോന്നൊക്കെ നോക്കിക്കാൻ നല്ലൊരു ആംബിയൻസ് ആയതുകൊണ്ട് നല്ല സുഖമായി നിൽക്കും. പിന്നെ മെയിനായിട്ട് വണ്ടി ഒട്ടാലോ എന്നുള്ളതും. ഇന്നിപ്പോ എന്തായാലും നമ്മള് വണ്ടി ജീപ്പ് എടുത്തുകൊണ്ട് പോവാണ്. ജീപ്പ് നേരെ വീട്ടിലെ കൊണ്ട്, നാളെ നമുക്ക് ഒരു കല്യാണത്തിന് പോകാണ്ട്. അപ്പൊ അതിന് വേണ്ടി ജീപ്പ് എടുക്കാനാണ് വന്നത്. ഇനിയിപ്പോ ഇവിടെ നേരെ എൻ്റെ ഒരു അമ്മേന്റെ അനിയത്തിന്റെ വീടുണ്ട്, അവിടെ ചേച്ചീന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ പോയി 2-3 വർത്തമാനമൊക്കെ പറഞ്ഞ് 2 ദിവസമൊക്കെ അടിച്ചിട്ട് നേരെ വീട്ടിലേക്ക്. എന്നിട്ട് കുട്ടപ്പനൊന്ന് വീട്ടിലെത്തിയിട്ട് കഴുകി വൃത്തിയാക്കണം. ദെൻ നാളത്തെ കല്യാണത്തിന് പോകണം. അപ്പൊ അതാണ് പ്ലാൻ. ബാക്കി വിശേഷങ്ങൾ വഴിയേ. ഓക്കെ. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. കുറച്ച് ഇരുട്ടാക്കി കാരണം ഇപ്പൊ സമയം ഏകദേശം ഒരു 11 മണിയാണ് അയക്കുന്നത്. ഇപ്പൊ നാളെ പരിപാടിക്ക് പോകണോണ്ട് ഇനി വണ്ടി കഴുകാണ്ട്. കഴുകട്ടെ. അങ്ങനെ വണ്ടി കഴുകി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാനുള്ള ആവതില്ലാത്തതുകൊണ്ട് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കി നാളെ.